ഉണ്ണിമുതൽ എന്നോടല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നമല്ല, എന്നോടല്ല. ഞാനൊരു ഒരാഴ്ച മുന്നേ പോലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, സോറി ഉണ്ണിനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞില്ലേ, സൗഹൃദങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനൊക്കെ സംഭവിക്കും. അതായത് ഒരാൾ ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം മീഡിയയെ കൊണ്ടുപോയിട്ട് ഞാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് വിടണം. ഇന്ന് മുന്നേ ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് ഇന്നലെ തൊട്ട് കാണുന്ന PR ബസ്സിൽ ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്, ഉണ്ണിമൂന്നിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണിമൂന്നിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്ക് എടുക്കണം. നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം അത്. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളില്ല. ഇനി വേറൊരു കാര്യം, ഈ വ്യക്തിയല്ല, ഇത് അക്കൗണ്ടിന്റെ പേര് ഫേക്കാണ്, പക്ഷെ ഹാരിസ് ഖാൻ എന്ന് പറയുന്ന 22K ഫോളോവേഴ്സ് ഉള്ള ഒരാള്. ഇതിനകത്തെ പരിപാടി എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക്. അതായത് എന്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് ഒരേ സാധനം വളരെ മോശമായിട്ട് ബാക്ക് ടു ബാക്ക് ഇടുന്നവരാണ്. ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇരിക്കുന്ന പലർക്കും അറിയാം ഇത് ആരായിരിക്കും എന്നുള്ളത്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളല്ല പറയുന്നത്, ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി അറിയായിരിക്കും ഇത് ആരായിരിക്കും എന്നുള്ളത്. അല്ല ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. ഇത് കാര്യം എന്താ വെച്ചാൽ ഉറപ്പായിട്ട് ഇയാളെ അറിയാം. ഇതിന്റെ ഓൺലൈൻ മാധ്യമങ്ങൾ ആർക്കായിരിക്കും ഇയാളെ അറിയാതെ? കാരണം അത് പറയാൻ കാരണം അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ PR എടുക്കുന്നത് അല്ല. ഓർമ്മയില്ല ചേട്ടാ, ഇവിടെ ഈ സിനിമയുടെ പ്രൊമോഷൻ കൊടുക്കുമ്പോ ഞാൻ അടക്കം കൊടുക്കുന്നതാണല്ലോ. കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിനിമയെ പറ്റിയുള്ള പോസ്റ്റേഴ്സ് വരുന്ന എല്ലാം ജെനുവിൻ അക്കൗണ്ടിലാണോ? ഇത് ഇവര് കുറെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ. ഞാൻ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന രീതിക്ക് എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുള്ളതുകൊണ്ടാണ് സിനിമ, നിങ്ങൾ ഏറ്റവും വലിയ, ഞാൻ പറയുന്നത് സുമതിയോട് വിജയിച്ചതിന് ഏറ്റവും വലിയ കാരണം നിങ്ങളാണ്. നിങ്ങൾ എത്ര ദിവസം എന്നോടൊന്നും എനിക്കറിയാം. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ടീമിന് PR വർക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ PR ടീംസ് ആരൊക്കെയാണ് എല്ലാവർക്കും അറിയാലോ. മെയിൻ PROs അവർക്കറിയാം. അവർ കൊടുക്കുന്ന കുറെ ആളുകൾക്ക് ഇത് സബ് കോൺട്രാക്ട് കൊടുക്കും. അവർ ഈ കണ്ട ചാത്തൻ അണ്ടർ അടവോടൻ പോസ്റ്റുകൾ വരുന്ന എല്ലാ പേജുകളിലും ഈ സാധനം വരും. അങ്ങനെ വരുന്ന ഇതിൽ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പേജാണിത്. ഇതൊരു വ്യക്തിയല്ലാതെ എനിക്ക് ഇതൊരു സിനിമ പ്രൊമോഷൻ പേജാണ്. അയാൾ ബാക്ക് ടു ബാക്ക് പോസ്റ്റുകൾ ഇടുകയാണ്, കാർഡുകൾ ഉണ്ടാക്കി ഇടുകയാണ്. അടുത്തൊരെണ്ണം എംപ്ലോയീസ് അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു ഇത് ഇങ്ങനെയുള്ളതുണ്ടോ? ഇവിടെ വന്നിട്ടുള്ള വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇതിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു എന്ന്. നിങ്ങൾ ഒരിക്കലും ഇത്രയും മീഡിയ എത്ര പേര് എന്നെ വിളിച്ചോണ്ട് കഴിഞ്ഞ 2 ദിവസമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്ത ഒരു വാർത്തയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാരാന്ന് എനിക്കറിയില്ല, സീരിയസ്ലി. മറ്റൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു, അഭിലാഷ് മോളുടെ പ്രതികരണം വന്നു, ഇതിൽ അസോസിയേഷൻ ഇടപെടും, അസോസിയേഷൻ വഴി ഞങ്ങൾ തീർക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റർ സ്റ്റോറി, ഇന്ന് രാവിലെ വാട്സാപ്പിൽ ഞാനൊരു സ്റ്റോറി എടുത്തത്, ട്രൂത്ത് വിൽ വി വിൽ സ്പീക്ക് 1 o'clock എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇട്ടത്. ആരോട് ചോദിച്ചിട്ടാണ് ഈ കണ്ടന്റ് എടുത്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ PR-നെ പറ്റി പറഞ്ഞ, PR-നെ പറ്റി ഇവിടെ അറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നിൽക്കുന്നവർക്ക് തന്നെ അറിയാം നെഗറ്റീവും പോസിറ്റീവും PR ആരാന്നുള്ളത്. ഞാൻ പറയുന്നത് ചെയ്തോ, കുറച്ച് എത്തിക്സ് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമുണ്ട്.